ഒരു തെരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. BJPയുടെ ഈ എതിരില്ലാതെയുള്ള വിജയം, അതും 5 നിയമസഭാ സീറ്റുകളിലെ എതിരില്ലാതെയുള്ള വിജയം കോൺഗ്രസിന്റെ എല്ലാ സഹായങ്ങളോടും കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സംഭവം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായ പേമ ഖണ്ഡുവിൻ്റെ മണ്ഡലമായ മുക്തോ ഉൾപ്പെടെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ഇനി ഉടൻ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും. ബുധനാഴ്ചയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിൻ്റെയും അവസാന തീയതി. ആ തീയതിക്കുള്ളിൽ പേമ ഖണ്ഡുവിൻ്റെ മണ്ഡലമായ മുക്തോയിൽ ആരും തന്നെ, കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പോലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, മറ്റ് 4 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും കോൺഗ്രസിന്റെ ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ അത് പിൻവലിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ എങ്ങനെയാണ് അരുണാചൽ പ്രദേശ് ഒരു കോൺഗ്രസ് അടക്കി ഭരിച്ച സംസ്ഥാനം എന്ന നിലയിൽ നിന്നും ഒരു BJPയുടെ കോട്ടയായി മാറിയത് എന്നതിൻ്റെ തെളിവാണ്. 2019 അവസാനമായി അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJP അധികാരത്തിൽ വരുന്നത്. അതിന് തൊട്ട് മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തുന്നത്. 1-2 സീറ്റ് നേടിയല്ല, 60 സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 42 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചതാകട്ടെ വെറും 11 സീറ്റ് മാത്രമാണ്. എന്നാൽ ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായിട്ടുള്ള പേമ ഖണ്ഡു പണ്ടൊരു കോൺഗ്രസിന്റെ താപ്പാനയായിരുന്നു. ആ പേമ ഖണ്ഡു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ BJP ആയി മാറിയതോടെയാണ് BJPയുടെ അരുണാചൽ പ്രദേശിലെ വളർച്ച ആരംഭിക്കുന്നത്. തുടർന്ന് 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 41 സീറ്റിലേക്ക് കുതിച്ചുചാട്ടം നടത്തുന്നത് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, കോൺഗ്രസ് 42 സീറ്റിൽ നിന്നും 4 സീറ്റിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് എങ്ങനെയാണ് കോൺഗ്രസ് എന്ന പാർട്ടി പതുക്കെ പതുക്കെ കാലക്രമത്തിൽ BJP ആയി മാറുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സംഭവം ഇത് അരുണാചൽ പ്രദേശിലാണെങ്കിലും സമാനമായ കാര്യങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ സാധിക്കും. കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്തെ പ്രധാനികൾ എല്ലാവരും തന്നെ മുൻകാല കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്നവരോ ആണ്. ഉദാഹരണത്തിന് ഒരാൾ അനിൽ ആന്റണി AK ആന്റണി എന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിന്റെ മകൻ എന്നതിനെല്ലാം അപ്പുറം കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായി വർഷങ്ങളോളം പ്രവർത്തിച്ച, കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കിയ, അതിനെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ തീരുന്നില്ല കോൺഗ്രസിന്റെ BJP സ്ഥാനാർത്ഥി പട്ടികയിലെ സംഭാവന. അത് കഴിയുമ്പോൾ എടുത്തു പറയാവുന്ന ഉദാഹരണം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ BDJS സ്ഥാനാർത്ഥിയായിട്ടുള്ള ബൈജു കലാശാലയാണ്. ബൈജു കലാശാല തൊട്ടു മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇതേ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. അയാളിപ്പോൾ BDJSനൊപ്പമാണ്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ BJPക്കൊപ്പം എന്ന് തന്നെ പറയാം. ഇനി ഇവിടെയും അവസാനിക്കുന്നില്ല കോൺഗ്രസിന്റെ BJPയിലേക്കുള്ള സംഭാവന. മറ്റൊരു സ്ഥാനാർത്ഥി, കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് C. രഘുനാഥ്. ആ C. രഘുനാഥ് ആരായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന ഇടതുമുന്നണിയുടെ നേതാവിനെതിരെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുതിർന്ന കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ്. അയാളിപ്പോൾ BJPയുടെ കണ്ണൂർ സ്ഥാനാർത്ഥി. ഇനി മറ്റൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത് ലീഗും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഒരു മെയ് പോലെ നിന്ന് കാലിക്കറ്റ് VC ആക്കി മാറ്റിയ ഒരു അബ്ദുൽ സലാം ഉണ്ടല്ലോ. ആ അബ്ദുൽ സലാം ഇന്ന് എവിടെ നിൽക്കുന്നു? BJPയുടെ മലപ്പുറത്തെ ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയാണ് അബ്ദുൽ സലാം.
ഇതെല്ലാം തെളിയിക്കുന്നത് ബി ജെ പിക്ക് ഒരു സ്ഥിര നിക്ഷേപം, ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ പോലെ ബി ജെ പിയുടെ ഒരു സ്ഥിര നിക്ഷേപമാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി സ്ഥാനാർത്ഥികളെ പോലും നിർത്താതെ 5 നിയമസഭാ സീറ്റുകളിൽ ബി ജെ പിയുടെ വിജയം അനായാസമാക്കി കൊടുത്തിരിക്കുകയാണ് അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് പാർട്ടി.